ഓണം അടുത്തടുത്ത് വന്നു. എല്ലാവർക്കും ഓണാവധി തുടങ്ങി. ഓണത്തിന് മുമ്പ് ഒരു ദിവസം കുട്ടികളെല്ലാവരും കൂടി അവിടെ ഒത്തുചേരണമെന്ന് ഗോപിയേട്ടന് നിർബന്ധമായിരുന്നു. അങ്ങനെ നന്ദേട്ടൻ്റെയും മുകുന്ദേട്ടൻ്റെയും കൂടെ അവിടേക്ക് പോയി ഒരു ദിവസം അവരോടൊപ്പം താമസിക്കാൻ. ചെന്നപ്പോൾ ഊഞ്ഞാലിട്ടിരിക്കുന്നു, പൂക്കളമൊരുക്കാൻ മീരച്ചേച്ചി വലിയ കളം വരച്ചിരിക്കുന്നു. മുറ്റത്തിടാനുള്ള പൂക്കൾ എല്ലാവരും കൂടി തേടി പറിച്ചു. എത്ര തരം പൂക്കളാണ്! മീരച്ചേച്ചിയായിരുന്നു ലീഡർ, ചേട്ടന്മാരും കൂടി. ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി. മീരച്ചേച്ചി മിടുക്കി തന്നെ. സുജ ടീച്ചറുടെ പൂക്കളത്തിന് പോലും ഇത്രയും ഭംഗിയില്ല. തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും എല്ലാം കൂടി ഒരുമിച്ചിട്ടപ്പോൾ എത്ര സുന്ദരമായിരുന്നു ആ പൂക്കളം. ചേച്ചിമാര് പറഞ്ഞു തന്നിട്ടാണ് പല പൂക്കളുടെയും പേര് പഠിച്ചത്. ഉച്ചയ്ക്ക് ഉണ്ണാനിരുന്നപ്പോൾ കുറേ കറികളും പായസവും ഉണ്ടായിരുന്നു. ഓണത്തിന് കുറച്ചുകൂടെ കറികൾ ഉണ്ടാക്കാമെന്ന് വിളമ്പുമ്പോൾ മുത്തശ്ശി പറഞ്ഞു. വയറ് നിറഞ്ഞ് പൊട്ടാറായി. പിന്നെ കുറേ നേരം ഊഞ്ഞാലാടി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലിലാട്ടി. മീരച്ചേച്ചിയും മഞ്ചേച്ചിയും എത്ര ദൂരേക്കാണ് ഊഞ്ഞാലിലാടിപ്പോകുന്നത്. പേടി തോന്നിയെങ്കിലും കുറച്ചു നേരം ഊഞ്ഞാലിലിരുന്നു. നല്ല ധൈര്യം കാണിച്ചു. തൻ്റെ മുറി നന്ദേട്ടനും മുകുന്ദേട്ടനുമായിട്ട് ഒഴിഞ്ഞുകൊടുത്ത് മീരച്ചേച്ചി മുത്തശ്ശിയുടെ മുറിയിൽ വന്നു. അവരുടെ നടുക്ക് ഉറങ്ങാൻ കിടന്നു. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, അച്ഛനെ കാണണോ? മുത്തശ്ശി കളിയാക്കുകയായിരുന്നു. വേണ്ട, മീരച്ചേച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ? ചേച്ചി ചോദിച്ചു. നമ്മൾ ഒരു വീട്ടുകാരല്ലേ, അതുകൊണ്ട്. അത് കേട്ട് എല്ലാവരും ചിരിച്ചു.